അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് പോകാം. ശബരിമല മണ്ഡലകാല തീർത്ഥാടനം സുഗമവും സുരക്ഷിതവുമാക്കാൻ മോട്ടോർ വാഹന വകുപ്പും റോഡ് സുരക്ഷാ അതോറിറ്റിയും ചേർന്ന് നടക്കുന്ന പദ്ധതിയാണ് സേഫ് സോൺ പദ്ധതി. സേഫ് സോൺ പദ്ധതി എന്താണ്? ശബരിമല മണ്ഡലകാല തീർത്ഥാടനവും സുഗമവും സുരക്ഷിതവുമാക്കാൻ വേണ്ടി മോട്ടോർ വാഹന വകുപ്പും റോഡ് സുരക്ഷാ അതോറിറ്റിയും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതി ഏതായിരുന്നു? സേഫ് സോൺ പദ്ധതിയാണ്. ഇത് നേരത്തെ ഇറക്കിയ ഒരു പദ്ധതിയാണ്. എന്നാലും ഇപ്പം റീസെൻ്റായിട്ട് പത്രത്തിൽ വീണ്ടും ഈ ഒരു പദ്ധതിയെ പറ്റിയുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് വീണ്ടും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ട്രെയിൻ തട്ടി ആനകൾ ചരിയുന്നത് തടയാൻ റെയിൽവേ കൊണ്ടുവന്ന പദ്ധതിയാണ് ഗജരാജ് സുരക്ഷ. ട്രെയിൻ തട്ടി ആനകൾക്ക് ചരിയുന്നത് തടയാൻ റെയിൽവേ കൊണ്ടുവന്ന പദ്ധതി ഏതായിരുന്നു? ഗജരാജ് സുരക്ഷ. ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ആത്മകഥയാണ് നവംബർ 25 100 വയസ്സ് തികയ്ക്കുന്നത്? ഏത് സ്വാതന്ത്ര്യ സമര സേനയുടെ ആത്മകഥയാണ് നവംബർ 25 100 വയസ്സ് തികയുന്നത്? ഗാന്ധിജിയുടെയാണ്. ദി സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത്, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഗുജറാത്തി ഭാഷയിലായിരുന്നു അദ്ദേഹം എഴുതിയത്. അതിന് 100 വയസ്സാണ് തികയാൻ പോകുന്നത്. ഏത് രാജ്യമാണ് കായിക രംഗത്ത് സ്വദേശീവൽക്കരണം നടത്താൻ തീരുമാനിച്ചത്? ഏത് രാജ്യമാണ്? സൗദി അറേബ്യയാണ് കേട്ടോ. സൗദി അറേബ്യയാണ് ഇപ്പോൾ റീസെൻ്റായിട്ട് കായിക രംഗത്ത് സ്വദേശീവൽക്കരണം നടത്താൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? സൗദി അറേബ്യയാണ്. 2026 ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥ്യം വഹിക്കുന്നത് ആരാണ്? ഇന്ത്യയാണ് കേട്ടോ. 2026 ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥ്യം വഹിക്കുന്നത് ഇന്ത്യയാണ്. ഫിഡെ ചെസ് ലോകകപ്പ്, ഇത് ഞാൻ നേരത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു, എങ്കിലും ഒന്നും കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഫിഡെ ചെസ് ലോകകപ്പിൻ്റെ വേദി ഗോവയാണ് കേട്ടോ. പ്രഥമ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് എവിടെ വെച്ചാണ്? നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എവിടെ വെച്ചാണ്? ഒഡീഷ ഭുവനേശ്വറിലാണ് പ്രഥമ ഇൻഡോർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് നടക്കാൻ പോകുന്നത്. ഒഡീഷയിലെ ഭുവനേശ്വറിൽ വെച്ചാണ്. ജൂനിയർ ഹോക്കി ലോകകപ്പ് വേദി നടക്കാൻ പോകുന്നത് ചെന്നൈ മധുരയിൽ വെച്ചാണ്. ജൂനിയർ ഹോക്കി ലോകകപ്പ് നടക്കാൻ പോകുന്നത് ചെന്നൈ മധുരയിൽ വെച്ചാണ്. എത്യോപ്യയിലെ പൊട്ടിത്തെറിച്ച സജീവ അഗ്നിപർവ്വതമായിരുന്നു ഹൈലി ഗുബ്ബി. എത്യോപ്യയിൽ പൊട്ടിത്തെറിച്ച സജീവ അഗ്നിപർവ്വതമാണ് ഹൈലി ഗുബ്ബി. അപ്പോൾ